നമസ്കാരം. ഞാൻ ഒരുപാട് കാലം കൊണ്ട് ജപിക്കുകയാണ്, ഫലം ലഭിക്കുന്നില്ല. പലരിലും ഈ ഒരു ചിന്തയുണ്ട്. അതിന് എന്താണ് കാരണം? ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഓരോ ആൾക്കും ഒരു പൊതുവേ ഉള്ള ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കാത്തത് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പൊതുവെ കണ്ടുവരുന്ന കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയം ശ്രദ്ധ, ഭക്തി. ഭക്തി ഏവരിലും ഉണ്ടാവും. ഭക്തി എന്ന് പറയുന്നത് നാം ഇന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് പോകുന്നത് ഇന്നത്തെ ഒരു ലാംഗ്വേജിൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഡിവോഷൻ എന്നുള്ള ഒരു ആംഗിളിലേക്ക് നാം നീക്കിക്കഴിഞ്ഞു. ഇംഗ്ലീഷുകാർ അങ്ങനെയാണ് അതിനെ പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ ഭക്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് ആറ്റിറ്റ്യൂഡ്. ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഭക്തി, മാതൃഭക്തി. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരീയ ഭക്തി മാത്രമല്ല, മാതൃഭക്തി, സഹോദര ഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി, ദേശഭക്തി എന്നിങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ശ്രദ്ധാഭക്തി എന്ന് നാം ഏവരും കേട്ട് കാണും. ശ്രദ്ധയാ വിന്ദതേ വസു. ശ്രദ്ധ കൊണ്ട് മാത്രമാണ് വസ്തുലാഭം ഉണ്ടാകുന്നത്. ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധ, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിച്ചാണ് നാം ചെയ്യുന്നത്. ജപം, നാമജപം ഒഴികെ. ഒന്ന് ചിന്തിക്കുക. ഒരു വീട്ടമ്മ ചോറും കറിയും വെക്കുകയാണ്, ചോറ് ഇല്ലെങ്കിൽ പാല് കാച്ചുകയാണ്, ശ്രദ്ധിച്ച് പാത്രം വെക്കുകയാണ്, ശ്രദ്ധിച്ചാണ് നാം ഈ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നത്, പാത്രത്തിൽ ശ്രദ്ധിച്ച് പാലൊഴിക്കുന്നു. ഓരോ വിഷയവും അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധ അവിടെ ഉണ്ടാകും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ച് നാം ചെയ്യുന്നു, റിസൾട്ട് വരികയാണ്. ഇനി നമുക്ക് നോക്കാം. അവർ പാചകം ചെയ്യുന്നത് തന്നെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ്. ഇനി നമ്മുടെ ജോലി സ്ഥലത്ത് ശ്രദ്ധിച്ചാണ് നാം ഓരോ കാര്യം ചെയ്യുന്നത്, ശ്രദ്ധ മാറ്റുന്നില്ല. ഏത് ചെറിയ കാര്യം എടുത്താലും, ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുകയാണ്, ആ സൈക്കിൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെയാണ് ഓടിക്കുന്നത്. നാം ഓടിക്കുന്ന വാഹനം ശ്രദ്ധിച്ച് തന്നെയാണ് ഓടിക്കുന്നത്. എന്നിങ്ങനെ ചെറിയ കാര്യം മുതൽക്ക് വലിയ വലിയ കാര്യങ്ങൾ ഏതെടുത്താലും അവിടെ ശ്രദ്ധയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു നല്ലൊരു ഉദാഹരണം എന്താണ്? ഒരു പാട്ടുകാരൻ വളരെയധികം ശ്രദ്ധിച്ച് ശ്രുതിയിൽ മനസ്സിരുത്തി ആ ശ്രുതി കൊണ്ട് അത് തന്നെയാണ്, ആ ശ്രുതിയും ലയവും തന്നെ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ച് അതിലൂടെ അദ്ദേഹം പാടുകയാണ്. അങ്ങനെ ആ ശ്രദ്ധിച്ച് ചെയ്യുന്ന കർമ്മത്തിന് റിസൾട്ട് ഉണ്ടാകുകയാണ്. നേരെ ഇത് നാം വിഷ്ണു സഹസ്രനാമം ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു എന്നിരിക്കെ, നാം ജപിക്കണം എന്നുള്ളത് ഇന്നൊരു സെന്റിമെന്റും കൂടിയാണ്. ഒരു ദിവസം ജപിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് മാനസികമായിട്ട്. പക്ഷേ അത് ശ്രദ്ധ കൊണ്ടാണോ ചെയ്യുന്നത്, ശ്രദ്ധിച്ചിട്ടാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരിലും സംശയമായി. അപ്പൊ ഇവിടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഉദാഹരണത്തിന് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്ന് തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഓഫീസിലായിരിക്കും, ഇല്ലെങ്കിൽ മകൻ്റെ അടുത്ത് എന്തെങ്കിലും, മോനെ ആ കതവ് കുറ്റിയിട് എന്ന് പറയുകയാണ്. ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. മോളെ സ്കൂളിൽ പോകാൻ നേരായി, വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലതരത്തിൽ പോവുകയാണ്. എന്നിട്ട് ഇതൊരു ഹാബിറ്റായി മാറും. ഈ ഹാബിറ്റായി മാറിയ ശേഷം നമ്മളെ വിലയിരുത്തുമ്പോൾ, ഇത്രയും കാലം ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിച്ചു, അതിൻ്റെ ഫലമുണ്ടോ ഇല്ലയോ എന്നെനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പല തരത്തിലുള്ള കൺഫ്യൂഷനായി. അപ്പൊ ഇവിടെ ശ്രദ്ധയുണ്ടോ, ശ്രദ്ധ കൊണ്ടാണോ ചെയ്തത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. അപ്പൊ പൊതുവേ ഉള്ള ഒരു കാരണം ശ്രദ്ധാഭക്തി കുറയുന്നതാണ്. നാമജപം ഫലിക്കുവാനുള്ള താമസം ഇല്ലെങ്കിൽ ഫലിക്കാതിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഇതിലേക്ക് ശ്രദ്ധ ഇത് പറഞ്ഞു കഴിഞ്ഞു, ഭക്തി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആദ്യ ദിവസം തന്നെ നാമജപം പൂർണ്ണമായിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ വിഷ്ണുവിൽ നാം മനസ്സിരുത്തി ശ്രദ്ധ കൊണ്ട് വിഷ്ണുവിനെ സങ്കല്പിച്ച് ശുക്ലാംബരധരം മുതൽ അവസാനം വരെ കായേന വാച വരെ മനസ്സ് ശ്രദ്ധയോടുകൂടി ഇരിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ വളരെ പ്രയാസമാണ്. അത് ക്രമേണ ശ്രദ്ധ ഭക്തി വരുത്തി മുന്നോട്ട് പോകലാണ്
ഏക ഉപായം. ഏവരും ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ അവസാന വാക്കെന്താണ്? ശ്രദ്ധയാ വിന്ദതേ വസു. ശ്രദ്ധ കൊണ്ട് മാത്രമാണ് വസ്തുലാഭം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഏവരും ഓർമ്മിക്കുമല്ലോ. നമസ്കാരം.